welcome back to my channel. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ചാനലിൽ ഒരുപാട് ഡിസ്കസ് ചെയ്ത ഒരു ഐറ്റത്തിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എല്ലാവർക്കും ഫുഡി ടോക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫുഡി ടോക്കിലേക്ക് പോവാം. ഓക്കെ, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. എന്നാലേ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ഐറ്റം പോപ്പി സീഡ്സ്. കശകശ എന്ന് ഞാൻ വിളിക്കും, നിങ്ങൾ എന്ത് പേരാണ് വിളിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. അപ്പം പല സ്ഥലത്ത് പല പേരാണ് വിളിക്കുന്നത്. ഇപ്പോൾ ബേസിൽ സീഡ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ പല സ്ഥലത്ത് പല പേരാണ് പറയുന്നത്. ഞാൻ ബേസിൽ സീഡ്സിനെ ഞാൻ കസ്കസ് എന്ന് വിളിക്കും. പക്ഷേ ചില സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ പോയപ്പോൾ ബേസിൽ സീഡ്സ് കസ്കസ് ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ കൺഫ്യൂസ്ഡ് ആയിട്ട് പോപ്പി സീഡ്സ് ആണ് എനിക്ക് എടുത്തു തന്നത്. ഓക്കെ, അതുകൊണ്ട് പല സ്ഥലത്ത് പല പേരാണ് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ആ വീഡിയോയിൽ മുഴുവൻ ഞാൻ കശകശ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, ഭയങ്കര കൺഫ്യൂഷനായിപ്പോയി. ഞാൻ പോപ്പി സീഡ്സിനെ വിളിക്കുന്നത് കശകശ എന്നും ബേസിൽ സീഡ്സിനെ കസ്കസ് എന്നുമാണ് ഞാൻ വിളിക്കുന്നത്. ഓക്കെ, രണ്ട് ചെടിയാണ്, രണ്ട് സ്പീഷീസാണ്, രണ്ടും ഡിഫറെൻ്റ് ആണ്. ഒന്ന് ബേസിൽ പ്ലാന്റും ഒന്ന് പോപ്പി പ്ലാന്റും ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പോപ്പി സീഡ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ബേസിൽ സീഡ്സ് അവിടെ നിൽക്കട്ടെ, അതിനെ പറ്റിയിട്ട് ഒരു സെക്കൻഡ് പാർട്ട് നമുക്ക് വേറെ ഇറക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് പോപ്പി സീഡ്സ് തന്നെ സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് ടേം തന്നെ യൂസ് ചെയ്യണം, മലയാളം പറഞ്ഞിട്ട് കൺഫ്യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് പോപ്പി സീഡ്സ് എന്ന് പറയുന്നത് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്, ഒരു പൂ ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. അത് എല്ലാ ചെടിയും നമ്മൾ കഴിക്കാൻ യൂസ് ചെയ്യില്ല, മീൻസ് എല്ലാ ചെടിയുടെ കുരുവും നമ്മൾ കഴിക്കാൻ യൂസ് ചെയ്യില്ല. ഒപ്പിയം പോപ്പിയുടെ മാത്രമേ നമ്മൾ പോപ്പി സീഡ്സ് എടുക്കുള്ളൂ. ഓക്കെ, ഇത് വളരെ കുഞ്ഞ്, അറിയാലോ, കടുകുമണിയെക്കാട്ടിലും ചെറിയൊരു സാധനമാണ് ഈ പോപ്പി സീഡ്സ് എന്ന് പറയുന്നത്. തന്നെ ആ പോപ്പി സീഡ്സ് ഒന്ന് എൻലാർജ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, അതിനൊരു കിഡ്നി ഷേപ്പാണ് ഉള്ളത്. ഓക്കെ, ഇതിൻ്റെ സൈസ് 1 മില്ലിമീറ്റർ അത്ര പോലും ഇല്ല, ഒരു മില്ലിമീറ്ററിനെക്കാട്ടിലും കുറവാണ് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ല, ഒരു ഓപ്പിയം പോപ്പിയിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു സീഡാണ്. ഇതൊരു ഓയിൽ സീഡാണ്. ഓയിൽ നമുക്ക് ഇതിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ സൺഫ്ലവർ ഓയിൽ, വെജിറ്റബിൾ ഓയിൽ, റൈസ് ബ്രാൻ ഓയിലൊക്കെ എടുക്കുന്ന മാതിരി തന്നെ പോപ്പി സീഡ്സിൽ നിന്നും നമുക്ക് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. പല കാര്യങ്ങൾക്ക് പുറത്തുള്ളവർ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് പോപ്പി സീഡ്സ് എന്ന് പറയുന്നത്. അവരുടെ മെയിൻ ഐറ്റമാണ് മെയിൻലി ഒരു ബേക്കിങ്ങിന് യൂസ് ചെയ്യുന്നത്. അതായത് ബ്രെഡ് ഉണ്ടാക്കാൻ, കേക്ക് ഉണ്ടാക്കാനൊക്കെ അവർ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഈ പോപ്പി സീഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യക്കാരെ അല്ലെങ്കിൽ കേരളക്കാരും മെയിൻലി യൂസ് ചെയ്യുന്നത് കുറുമ ഉണ്ടാക്കാനും കുറുമയിൽ അരച്ച് ചേർക്കാൻ നമ്മൾ തേങ്ങയോടൊപ്പം ഈ പോപ്പി സീഡ്സ് ഇട്ടിട്ട് അരച്ച് ചേർക്കും. അതേമാതിരി ഗരം മസാലയിൽ നമ്മൾ പൊടിച്ചിടാറുണ്ട്. അപ്പം അതിലാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. പക്ഷെ അവരുടെ സ്വീറ്റ്സ്, ഡെസേർട്ട്സിൽ, കേക്ക് ബാറ്ററിലും ബ്രെഡ് ബാറ്ററിലും ഒക്കെ അവർ മിക്സ് ചെയ്ത് അവർ മെയിൻലി യൂസ് ചെയ്യാറുണ്ട്. അത് അവർ ഒരുപാട് കാലം തൊട്ട് തന്നെ, ഏൻഷ്യൻ പീരീഡ് ടൈംസ് തൊട്ട് തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇത് മെയിൻലി ആദ്യം കാണുന്നത് ഒരു സെൻട്രൽ യൂറോപ്പ് ഭാഗത്താണ് ഇത് മെയിൻലി കാണുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചെക്ക് റിപ്പബ്ലിക് ആണ്. 2016 കണക്കനുസരിച്ചിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പോപ്പി സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചെക്ക് റിപ്പബ്ലിക് ആണ്. ഇത് പല കൺട്രീസിലും ബാൻഡ് ആണ്. കാരണം എന്താണെന്നുള്ളത് ഞാൻ പറയാം, വഴിയെ ലാസ്റ്റ് ഞാൻ പറയാം. ഓക്കെ, അപ്പം ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണെന്ന് വെച്ചാൽ ഞാൻ താഴെ എഴുതി കാണിക്കാം. എനിക്കും നോക്കി വായിക്കൊള്ളാത്തൊരു പേരാണ്. പാപ്പാവേർ സോംനിഫെറം എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ലേ, സെൻട്രൽ യൂറോപ്പുകാരാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഇത് കുട്ടികൾക്ക്, കുഞ്ഞു വാവകൾക്ക് പണ്ട് കാലത്ത്, ഇത് എത്രത്തോളം ജെന്യൂൻ ആണോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ കണ്ടതാണ്, റിസർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ്. പണ്ട് കുട്ടികൾക്ക് കരച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട് ഇത് അരച്ചിട്ട് തേനിൽ കലക്കി കൊടുക്കുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ കൊടുക്കണം എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്താണ്. അപ്പം എല്ലാ സീഡ്സിനെയും അതിൽ തന്നെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് പറയുകയാണെങ്കിൽ ഇതിലും കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്സ്, മിനറൽസ് എല്ലാം ഉണ്ട്. ചെറിയ അളവിൽ നമുക്ക് യൂസ് ചെയ്താൽ നല്ലത് തന്നെയാണ്. നമ്മൾ മെയിൻലി കുറുമയ്ക്കും ഗരം മസാലയിലൊക്കെ യൂസ് ചെയ്യുന്നത് പെർഫെക്റ്റ് ആണ്. നമ്മൾ ആ ചെറിയൊരു ടീസ്പൂണേ ഡെയിലി കഴിക്കാറുള്ളൂ. കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇനി പോകാം. കാരണം ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്, ജസ്റ്റ് ഒരു ഇൻഫർമേഷണൽ വീഡിയോ ആണ്. കാരണം ഒരുപാട് പേര് സംശയം ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ ഒരു ഫുഡി ടോക്ക് ഈ ഒരു പോപ്പി സീഡ്സിനെ പറ്റിയിട്ട് എടുത്താണ്. അപ്പോൾ ഇതിൻ്റെ ഡീഫോൾട്ട്സ്, അല്ലെങ്കിൽ ഇത് ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ഉള്ള
ദോഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. ഇത് ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോവൽ മൂവ്മെൻറ്റ്സിന് പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേമാതിരി നമുക്ക് ചിലപ്പോൾ ഷോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ വേറൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് പല രാജ്യങ്ങളും ഇത് ബാൻ ചെയ്തിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഡ്രഗ്സ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ഫോൾസ് പോസിറ്റീവ് കാണിക്കും. കാരണം ഇതിൽ മോർഫിൻ കണ്ടൻറ്റ് ഉണ്ട്, ചെറിയൊരളവിൽ മോർഫിൻ കണ്ടൻറ്റ് ഉണ്ട്, ഇതിൻ്റെ തൊലിക്ക് മോർഫിൻ കണ്ടൻറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പല കൺട്രീസിലും ബാൻഡാണ്. അതേമാതിരി ടെസ്റ്റ് ഇത് കഴിച്ചിട്ട് ഒരുപാട് ലാർജ് ക്വാണ്ടിറ്റിയിൽ കഴിച്ചാലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒരുപാട് ക്വാണ്ടിറ്റിയിൽ കഴിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രഗ് ടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഫാൾസ് പോസിറ്റീവ് കാണിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ പല കൺട്രീസിലും ഇത് ബാൻഡാണ്. സൗദി അറേബ്യ, ചൈന, സിംഗപ്പൂർ, തായ്വാൻ ഇങ്ങനെയുള്ള കൺട്രീസിലൊക്കെ ഇത് ബാൻഡാണ്. ഓക്കെ, ഇത് കയ്യിൽ കൊണ്ട് നടന്നാൽ പോലും ആ ഭാഗങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് സൗദിയിലെല്ലാം പോലീസ് പിടിച്ച് ജയിലിലിടും. അതുകൊണ്ട് പല കൺട്രീസിലും ഇത് ബാൻഡാണ്. കാരണം മോർഫിൻ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ടാണ് ഇത് ബാൻഡായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പോപ്പി സീഡ്സിനെ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ഫുഡി ടോക്ക്. അപ്പോൾ നമുക്ക് വേറൊരു ദിവസം വേറൊരു ഫുഡി ടോക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.